ഹലോ ഫ്രണ്ട്സ്, സിക്സ്ത് സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ പലയിടങ്ങളിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവയിലെ രസകരമായ ചില മത്സരങ്ങൾ നമുക്ക് കണ്ടു നോക്കിയാലോ? നമ്മുടെ ആനയോട്ടവും ആ പട്ടികയിലുണ്ട്. അതിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. ഒന്ന് അമർത്തുന്നേ. നമ്പർ 10, മങ്കി ബ്രിഡ്ജിലൂടെയുള്ള സൈക്കിൾ ഓടിക്കൽ. പലതരത്തിലുള്ള സൈക്കിൾ റൈഡിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല മത്സരങ്ങളും ഇതുമായി നടത്താറുമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു സൈക്ലിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വെറും 20 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള ഒരു പാലം കണ്ടോ? മങ്കി ബ്രിഡ്ജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിലൂടെ ഒരു ചെറിയ സൈക്കിൾ ബാലൻസ് തെറ്റാതെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പരാജയപ്പെട്ടാൽ താഴെയുള്ള പുഴയിലേക്ക് വീഴുകയും ചെയ്യും. സംഭവം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കൃത്യമായ ബോഡി ബാലൻസ് ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാനാവൂ. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇത് ട്രൈ ചെയ്യാറുണ്ട്. വിയറ്റ്നാമിലാണ് ഇത്തരത്തിൽ മങ്കി ബ്രിഡ്ജുകൾ നിങ്ങൾക്ക് കാണാനാവുക. പ്രധാനമായും ടൂറിസ്റ്റ് സ്പോട്ടുകളിലാണ് മങ്കി ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മങ്കി ബ്രിഡ്ജിലൂടെയുള്ള ഈ സൈക്ലിംഗ് റേസിംഗ് മത്സരമായും അല്ലാതെയും സംഘടിപ്പിക്കാറുണ്ട്. സൈക്കിൾ നല്ലപോലെ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ അറിയാവുന്ന ആർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടാവും അല്ലേ? നമ്പർ 9, പില്ലോ ഫൈറ്റ്. കുട്ടിക്കാലത്ത് തലയിണകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ തലയിണ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു മത്സരം തന്നെയുണ്ട്. ഒരു തടിയുടെ ഇരുവശത്തും 2 പേരിരുന്ന് തലയിണകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഒരു കൈ അടിക്കാനും മറുകൈ അടി തടുക്കാനും ഉപയോഗിക്കാം. മരത്തടിയിൽ ഇരുന്ന് അടിക്കുകയും താഴെ വീഴാതെ ബാലൻസ് ചെയ്യുന്നതിലുമാണ് ഈ കളി ജയിക്കാൻ സഹായിക്കുന്നത്. ചിലപ്പോൾ ഒരാളുടെ കയ്യിലെ തലയിണ നിലത്ത് വീണ് പോയേക്കാം. അങ്ങനെ വരുമ്പോൾ മറ്റേയാളുടെ തലയിണ കൈക്കലാക്കാനാണ് നോക്കേണ്ടത്. എതിരാളിയെ നിലത്ത് വീഴ്ത്തിയാൽ ഈ കളിയിൽ ജയിക്കാം. ലോകത്തിൻ്റെ പല ഭാഗത്തിൽ ഇത്തരത്തിൽ പില്ലോ ഫൈറ്റ് നടത്താറുണ്ട്. പലയിടങ്ങളിൽ പല പേരുകളാണെങ്കിലും ആളുകൾക്കിടയിൽ പ്രശസ്തമായ ഒരു കളിയാണ് പില്ലോ ഫൈറ്റ്. നമ്പർ 8, പില്ലോ ഫൈറ്റ് പൂൾ. നേരത്തെ നമ്മൾ കണ്ട പില്ലോ ഫൈറ്റ് പോലെ തന്നെയാണ് പില്ലോ ഫൈറ്റ് പൂളും. ഒരു ചെറിയ വ്യത്യാസം എന്തെന്നാൽ ഇത് സംഘടിപ്പിക്കുന്നത് സ്വിമ്മിംഗ് പൂളുകളിലാണ്. ബാക്കി നിയമങ്ങളെല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. സ്വിമ്മിംഗ് പൂളിന് കുറുകെ കുറച്ച് ഉയരത്തിലായി മരത്തടിയോ ഫൈബർ റോഡോ സ്ഥാപിക്കുന്നു. അതിന്മേൽ 2 പേരിരുന്ന് പില്ലോ കൊണ്ട് പരസ്പരം അടിക്കുന്നു. എതിരാളിയെ അടിച്ച് വെള്ളത്തിലിട്ടാൽ ഈ കളിയിൽ ജയിക്കാം. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. നമ്മുടെ നാട്ടിൽ അത്ര പ്രശസ്തമല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പില്ലോ ഫൈറ്റ് ഇപ്പോൾ സർവ്വസാധാരണമാണ്. സ്ത്രീകൾക്കിടയിലാണ് ഈ മത്സരം കൂടുതലായും നടക്കുന്നത്. നമ്പർ 7, ടോ റൈസ്ലിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു മത്സരമാണ് പഞ്ചഗുസ്തി. ഒരാളുടെ ശക്തി അളക്കാൻ പഞ്ചഗുസ്തിക്ക് സാധിക്കാറുണ്ട്. പഞ്ചഗുസ്തി പോലെ തന്നെ മറ്റൊരു മത്സരവുമുണ്ട് കേട്ടോ, ടോ റെസ്ലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ കൈകൾക്ക് പകരം കാലുകളാണ് ഉപയോഗിക്കുന്നത്. തുല്യ ശക്തരായ 2 പേർ അവരുടെ കാൽപാദങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇംഗ്ലണ്ടിലാണ് ടോ റെസ്ലിംഗ് മത്സരങ്ങൾ കൂടുതലായി സംഘടിപ്പിക്കുന്നത്. ഓൾട്ട ടോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വരെ ഈ മത്സരത്തിനായി ഉണ്ട്. കാൽവിരലുകൾ കോർത്ത് പിടിച്ചാണ് ടോ റെസ്ലിംഗ് നടത്തുന്നത്. ഇരു കൈകൾ നിലത്ത് കുത്താവുന്നതുമാണ്. 3 റൗണ്ടുകളായി നടത്തുന്ന ടോ റെസ്ലിംഗ് മത്സരത്തിൽ ഇടതോ വലതോ കാലുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു റൗണ്ടിൽ ഇടതുകാൽ ഉപയോഗിച്ചാൽ പിന്നത്തെ റൗണ്ടിൽ വലതുകാലായിരിക്കും ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളുടെ പട്ടികയിലേക്ക് ടോ റെസ്ലിംഗും സ്ഥാനം പിടിക്കുകയാണ്. ഒളിമ്പിക്സിലേക്ക് ഈ മത്സര ഇനം പരിഗണിക്കുന്നുമുണ്ട്. നമ്പർ 6, ആനയോട്ടം. ആനയോട്ടത്തെക്കുറിച്ച് മലയാളികളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ വർഷവും ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ആനകൾക്കായി നടത്തുന്ന മത്സരമാണിത്. ഒരു നിശ്ചിത സ്ഥാനത്ത് ആനകളെ നിരനിരയായി നിർത്തും. മത്സരം ആരംഭിച്ചു കഴിഞ്ഞാൽ മണിയും കിലുക്കി കുറച്ചു പേർ മുന്നോട്ടിടും. സാധാരണയായി മഞ്ജുളാൽ പരിസരത്ത് നിന്നാണ് ആനയോട്ടം ആരംഭിക്കുന്നത്. ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയാവും ഉത്സവത്തിന് തിടമ്പേറ്റുക. കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്ത് തുടങ്ങിയതാണ് ആനയോട്ടം. ഒരുപാട് പേരാണ് ആനയോട്ടം കാണാൻ ഗുരുവായൂരിലെത്തുന്നത്. കുംഭമാസത്തിലാണ് സാധാരണയായി ആനയോട്ടം സംഘടിപ്പിക്കുന്നത്. നമ്പർ 5, ഫയർ ബോൾ സോക്കർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. ഇന്തോനേഷ്യയിൽ പ്രചാരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ കളിയുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന ഫുട്ബോളിന് പകരം ചിരട്ട കൊണ്ടും മറ്റുമുണ്ടാക്കിയ ബോൾ മണ്ണെണ്ണയിൽ മുക്കി കത്തിച്ചാണ് ഈ കളിയിൽ ഉപയോഗിക്കുന്നത്. കുട്ടികൾ റംദാൻ മാസത്തെ വരവേൽക്കുന്നത് ഫയർ ബോൾ സോക്കർ കളിച്ചാണ്. ബോൾ പെട്ടെന്ന് കത്തിത്തീരും എന്നതിനാൽ 30 മിനിറ്റിനുള്ളിൽ കളി അവസാനിക്കും. എന്നാൽ ഇതിലെ ഏറ്റവും ഭീകരമായ വസ്തുത, ബൂട്ടോ ചെരുപ്പോ ധരിക്കാതെയാണ് കുട്ടികൾ ഈ ഫുട്ബോൾ കളിക്കുന്നത്. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി മതപരമായ പ്രാധാന്യം ഫയർബോൾ സോക്കറ്റിനുണ്ട്. സന്ധ്യയ്ക്കോ രാത്രിയിലോ ആണ് ഈ മത്സരങ്ങൾ കൂടുതലായും സംഘടിപ്പിക്കുന്നത്. പുണ്യമാസമായ റമദാനിൽ ഫയർബോൾ സോക്കർ കളിക്കുമ്പോൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. നമ്പർ 4, ദി ഗ്രേറ്റ് നറാൻസ്ബറോ ബെഡ് റേസ്. കിടക്ക നമ്മൾ സാധാരണയായി ഉറങ്ങാനല്ലേ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ കിടക്കകൾ കൊണ്ട് വേണമെങ്കിൽ ഒരു റേസ് നടത്താം. യോർക്ക്ഷയറിലാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 2ാം ശനിയാഴ്ച ഇത്തരത്തിലൊരു മത്സരം നടത്തുന്നത്.
1966 മുതൽ സംഘടിപ്പിച്ചു വരുന്ന ഈ മത്സരത്തിൽ 90 ടീമുകളിൽ നിന്ന് ഏകദേശം 630 ആളുകൾ മത്സരിക്കാറുണ്ട്. ഒരാൾ ട്രോളി പോലെയുള്ള വണ്ടിയിലെ കിടക്കയിലിരിക്കുകയും മറ്റുള്ളവർ ഈ വണ്ടി ഉന്തി ഓടുകയും വേണം. റോഡിൽ മാത്രമല്ല, വെള്ളത്തിലൂടെയും ഇങ്ങനെ സഞ്ചരിക്കണം. 2.4 മൈൽ ദൂരം സഞ്ചരിച്ച് ആരാണ് ഒന്നാമതെത്തുന്നത് അവർ ഈ മത്സരത്തിൽ വിജയിക്കും. വലിയ ആഘോഷമായാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് പലതരം വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികളും മുതിർന്നവരും എത്താറുണ്ട്. ഫാൻസി ഡ്രസ് ഡേ കൂടി ഇതിനോടനുബന്ധിച്ച് നടത്താറുണ്ട്. നമ്പർ 2, ഗണ്ണിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. മുഖം കൊണ്ട് പലതരത്തിലുള്ള ഗോഷ്ടി കാണിക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചാമ്പ്യൻഷിപ്പ് കാത്തിരിക്കുന്നുണ്ട്. ഗണ്ണിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. നിങ്ങളുടെ മുഖം ഉപയോഗിച്ച് എന്തെല്ലാം ഗോഷ്ടികൾ കാണിക്കാൻ പറ്റും എന്നതിനനുസരിച്ചാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ചാമ്പ്യൻഷിപ്പുകളിലൊന്നാണിത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരങ്ങളുണ്ട്. ആദ്യത്തെ 3 സ്ഥാനക്കാർക്ക് സമ്മാനവുമുണ്ട്. ഈ മത്സരത്തിൽ റെക്കോർഡ് ഉള്ള ഒരു വ്യക്തിയുണ്ട്. ടോമി മാറ്റിസൺ എന്നയാൾക്ക് 16 തവണയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ബെൽറ്റ് പോലെ ഒരു പ്രത്യേക സാധനം കഴുത്തിൽ ഇടേണ്ടതുണ്ട്. മുഖത്തിലെ പേശികൾ എത്രത്തോളം വലിച്ചു മുറുക്കാൻ കഴിയുമോ അത്രത്തോളം ഈ മത്സരത്തിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്പർ 1, എഗ് ത്രോയിങ് കോമ്പറ്റീഷൻ. പണ്ടൊക്കെ ഉത്സവപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് മോശമായാൽ മുട്ടയേറ് കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. മുട്ടയേറിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എഗ് ത്രോയിങ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ് എഗ് ത്രോയിങ് ഫെഡറേഷനാണ് ഈ മത്സരം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. മുട്ട തലയിൽ അടിച്ചു പൊട്ടിക്കുക, മുട്ട ദൂരേക്കെറിഞ്ഞ് പൊട്ടിപ്പോകാതെ പിടിക്കുക എന്നിങ്ങനെ ഗ്രൂപ്പായും സിംഗിളായും 5 ഇനം മത്സരങ്ങളാണ് ഇതിലുള്ളത്. സാധാരണയായി ജൂൺ മാസത്തിലാണ് ഈ മത്സരം സംഘടിപ്പിക്കാറുള്ളത്. മുട്ടയേറ് കൊള്ളാൻ തയ്യാറായ ആർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ മത്സരം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും എഗ് ത്രോയിങ് ഫെഡറേഷൻ രൂപം കൊണ്ടതിന് ശേഷമാണ് ഈ മത്സരം ലോക പ്രശസ്തമാക്കുന്നത്. ഇന്നത്തെ ഈ രസകരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. സിക്സ്ത് സെൻസിൻ്റെ പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവരും കാത്തിരിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.